ചന്ദ്രലേഖയുടെ ഈസ്റ്റർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മാനവജനതയുടെ പാപപരിഹാരത്തിനായി പീഡകൾ സഹിച്ച് കുരിശിലേറ്റപ്പെട്ട യേശുക്രിസ്തുവിന്റെ ഓർമ്മയ്ക്കായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. ലോകജനതയുടെ പാപപരിഹാരത്തിനായി യേശുക്രിസ്തു പീഡകൾ സഹിച്ചു കുരിശിലേറ്റപ്പെട്ടതിന്റെ ഓർമ്മയാചരിച്ചുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിക്കുന്നത്. യേശുക്രിസ്തു വിനയത്തിന്റെ മഹനീയ മാതൃക കാണിച്ച പെസഹ വ്യാഴത്തിന്റെ പിറ്റേന്നാണ് ദുഃഖവെള്ളിയായി ആചരിക്കുന്നത്. ഗാഗുൽത്താ മലമുകൾ വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യേശുവിന്റെ യാത്ര അനുസ്മരിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ഈ ദിവസം പരിഹാര പ്രദക്ഷിണമായി കുരിശിന്റെ വഴി നടത്തുന്നത്. കുരിശുമരണത്തിലൂടെ യേശു മാനവരാശിയെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുകയാണ് ചെയ്തത്. കുരിശിന്റെ രഹസ്യവും മഹത്വവും ദൈവിക പദ്ധതിയിൽ അതിനുള്ള സ്ഥാനവും വ്യക്തമാക്കുന്ന പ്രാർത്ഥനകളും കർമ്മങ്ങളുമാണ് ക്രിസ്തീയ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം നടക്കുന്നത്. യേശു അനുഭവിച്ച വേദന അനുസ്മരിച്ചുകൊണ്ട് ഈ ദിവസം കയ്പുനീര് കുടിക്കുന്ന പാരമ്പര്യവും ക്രിസ്ത്യാനികൾക്കിടയിലുണ്ട്. ആദിമ ക്രൈസ്തവരുടെ കാലം മുതൽ തന്നെ ദുഃഖവെള്ളി ആചരിച്ചു പോന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി പീഡകൾ സഹിച്ചുകൊണ്ട് യേശു കുരിശിൽ മരിച്ചു. കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് നൽകിയ പുതുജീവന്റെ ഓർമ്മയാചരണമാണ് ദുഃഖവെള്ളി. ഹായ് വ്യൂവേഴ്സ്, ഇത് മാർച്ച് മാസമാണ്. ഈസ്റ്ററൊക്കെ അടുത്ത് വരുന്നു. അതുപോലെ തന്നെ കോളേജുകളിലൊക്കെ ഫെയർവെല്ലിൻ്റെ ഒരു ടൈം. ഈ സമയമാണ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സിന് വേണ്ടി നമ്മളെല്ലാം അന്വേഷണം നടത്തുന്നത്. വളരെ ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോൾ വിപണിയിൽ ഏറ്റവും സജീവമായിരിക്കുന്ന ഡ്രസ്സുകളെക്കുറിച്ച് അറിയാൻ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് പനപള്ളി നഗറിലെ പേസ്ലി ബൊട്ടീക്കിലാണ്. നമുക്കിതിൻ്റെ ഓണറും ഡിസൈനറുമായ തെരേസയെ പരിചയപ്പെടാം. ഹായ് തെരേസ. ഹായ് മിൻറ്റ്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒരു സീസണാണ്. ആ സമയത്ത് എന്താണ് പേസ്ലിയുടെ പ്രത്യേകത? പേസ്ലിയിൽ ഇപ്പോൾ കൂടുതലായിട്ടും ടൈ ആൻഡ് ഡൈസും ഇക്കറ്റ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈ സീസണിൽ വളരെ ഇന്നാണ്. സമ്മറിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ള ഫാബ്രിക്സാണ്. ഇപ്പോൾ നമ്മൾ ക്രോപ്പ് ടോപ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. ക്രോപ്പ് ടോപ്സ് നമ്മൾ കാഷ്വൽസ് ആയിട്ടും ചെയ്യുന്നുണ്ട്, ഡിസൈനർ വെയർ ആയിട്ടും ചെയ്യുന്നുണ്ട്. കാഷ്വൽസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും ഈ പറഞ്ഞ പോലെ ഇക്കറ്റ്സും ടൈ ആൻഡ് ഡൈസൊക്കെ യൂസ് ചെയ്യും. ഡിസൈനർ വെയർ ആകുമ്പോൾ ഇൻട്രിക്കേറ്റ് ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് നമ്മളൊരു ഫംഗ്ഷന് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ക്ലോസ് റിലേറ്റീവ്സിനെ പോലും ഇടാൻ സാധിക്കുന്ന രീതിയിൽ നന്നായിട്ട് എൻഹാൻസ് ചെയ്ത് ഒരു പാർട്ടി വെയർ ആയിട്ട് ക്രോപ്പ് ടോപ്സ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പിന്നെ നമ്മൾ ബ്രൈഡലിലോട്ട് എൻ്റർ ചെയ്തിട്ടുണ്ട് പേസ്ലി. അപ്പോൾ കൂടുതൽ ലെഹങ്കാസ് ഒക്കെ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കുറേ കളേഴ്സ് ഉണ്ട്. പൗഡർ പിങ്ക്, പേസ്റ്റൽ ഷെയ്ഡ്സ്, പിന്നെ ഒരു ചില്ലി റെഡ്, അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ വെച്ചിട്ട് നമ്മൾ ലെഹങ്കാസൊക്കെ ചെയ്യുന്നുണ്ട്. അതും നന്നായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ഒരു യുണീക്നെസ് കീപ്പ് ചെയ്തിട്ട് ചെയ്യുന്ന ലെഹങ്കാസ് ചെയ്യുന്നുണ്ട്. ഇനി സാരീസ് ചെയ്യുന്നുണ്ട് നമ്മൾ. നല്ല കളേഴ്സിൽ പ്ലെസൻ്റ് ആയിട്ടുള്ള പേസ്റ്റലായിട്ടുള്ള ഷെയ്ഡ്സിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ കട്ട് വർക്ക്, അതായത് ഇപ്പോൾ ബ്രൈഡ്സിൻ്റെ ഒക്കെ മദേഴ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കട്ട് വർക്കൊക്കെ ചെയ്തിട്ടുള്ള സാരീസ്, നല്ലതായിട്ട് കട്ട് വർക്കൊക്കെ ചെയ്ത് നല്ല എലിഗൻസ് കീപ്പ് ചെയ്യുന്ന പോലത്തെ സാരീസ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പാർട്ടി വെയറും കാഷ്വൽസും അതിൻ്റെ കൂടെ തന്നെ വളരെ നല്ല സാരിയുടെ കളക്ഷനും ഉണ്ട് തെരേസയുടെ കയ്യിൽ. നമുക്കത് ഒന്ന് പരിചയപ്പെടാം. ഇത് അമ്മമാർക്ക്, ബ്രൈഡ്സിൻ്റെ അമ്മമാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ഇത് ഒഗൻസ സിൽക്കാണ്. ഒഗൻസ സിൽക്കിൽ നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതാണ് മെറ്റീരിയൽ. ഇതിൽ നമ്മൾ ഹാൻഡ് കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് പേൾസൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബാപ്റ്റിസത്തിനും ഒക്കെ സൂട്ടായിട്ടുള്ള സാരിയാണ്. ഇതിൻ്റെ തന്നെ പല ഷെയ്ഡ്സിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓഫ് വൈറ്റ്സ് വെഡിങ്ങിനും ബാപ്റ്റിസത്തിനൊക്കെ വളരെ മാച്ചാണ്. പിന്നെ അതിൻ്റെ വേറൊരു പാറ്റേണിൽ ഗ്രീൻ ചെയ്തിരിക്കുന്നതാണ് ഒഗൻസയിൽ. ഇതും ഒഗൻസ തന്നെയാണ്. ഒഗൻസയിൽ പല്ലു ഫുൾ നമ്മൾ ഹാൻഡ് കട്ട് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒത്തിരി നാളത്തെ എഫേർട്ട് ആണ് ഹാൻഡ് കട്ട് വർക്ക് എന്ന് പറയുന്നത്. ഒരു 2 വീക്സ് എങ്കിലും നമുക്ക് വേണ്ടി വരും. ഇതിപ്പോൾ ഇതിൻ്റെ മുകളിലെ പോർഷനിലും മുന്താണിയിലും ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും വർക്ക് ചെയ്യാൻ തന്നെ ഒത്തിരി നാളെടുക്കും. ഇതിൻ്റെ മുകളിലത്തെ പോർഷനിലും താഴത്തെ പോർഷനിലും ഉണ്ട്, മുന്താണിയിലും ഉണ്ട്. ഇതിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ചോയ്സ് അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ഗ്രാൻഡ് ആക്കാം, കുറച്ചുകൂടി സിമ്പിൾ ആക്കാം. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇതൊരു നല്ലൊരു പേസ്റ്റൽ പീച്ച് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് ഒഗൻസയാണ്. അതിൽ വളരെ മിനിമലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഹാൻഡ് ട്യൂബ്സ് ഒക്കെ കൊടുത്ത് എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ താഴത്തെ പോർഷനിൽ
ഇപ്പോൾ ബോർഡേഴ്സ് കൊടുത്ത് കോൺട്രാസ്റ്റ് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി പ്രൈസി സൈഡിൽ വരത്തില്ല. പക്ഷേ ഇതിൻ്റെ പല്ലു ഇത് ത്രൂ ഔട്ട് ഇതിങ്ങനെ തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, വളരെ മനോഹരമായിട്ടുണ്ട്. ഇപ്പം ഇതിൽ തന്നെ കോൺട്രാസ്റ്റ് കളേഴ്സ് കൊടുത്തുകൊണ്ടായിരിക്കും കുറച്ചുകൂടെ അട്രാക്റ്റീവ് അതെ, ആയിട്ട്. നമുക്ക് ഇതിന് കോൺട്രാസ്റ്റ് ബ്ലൗസസ് ഒക്കെ യൂസ് ചെയ്യാം. സെയിം ബ്ലൗസും യൂസ് ചെയ്താലും നന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ പാർട്ടി വസ്ത്രങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ ഈ പാർട്ടി വെയർ ഒക്കെ ഡിസൈൻ ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരു ഓവർഡു ചെയ്യാതെ നോക്കും. ഒരു മിനിമലിസ്റ്റിക് അപ്രോച്ചാണ് നമ്മൾ ചെയ്യുക. പിന്നെ ഏതെങ്കിലും ഒരു ഏരിയ നന്നായിട്ട് എൻഹാൻസ് ചെയ്യും, ബാക്കിയുള്ള ഏരിയ മിനിമലിസ്റ്റിക് ആയിട്ട് നമ്മൾ ലീവ് ചെയ്യും. ടു മച്ച് ചെയ്ത് കഴിഞ്ഞാൽ നോബഡി പ്രിഫേഴ്സ് ദാറ്റ്. എല്ലാവർക്കും പഴയ ഒരു കോൺസെപ്റ്റ് മാറി, ഒത്തിരി ചെയ്താലേ എന്തെങ്കിലും, അങ്ങനെയല്ല. ഒരു കുറച്ച് ഏരിയ നമ്മൾ സ്പെസിഫിക് ആയിട്ട് എൻഹാൻസ് ചെയ്യും, ബാക്കിയുള്ള ഏരിയ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. പിന്നെ അതിന് ഒരു ബ്ലാക്കിന് തന്നെയാണെങ്കിലും കോൺട്രാസ്റ്റ് ഒക്കെ പഴയതിനേക്കാൾ വ്യത്യാസമായിട്ടുള്ള കോൺട്രാസ്റ്റ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും. ഇവിടെ തന്നെ ചെയ്ത ബ്രൈഡലോ അല്ലാതെ പാർട്ടി വെയേഴ്സോ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് തന്നെ എന്തൊക്കെ ട്രെൻഡ്സ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്? ഏതൊക്കെ കളേഴ്സ് കോമ്പിനേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ? എല്ലാത്തിനും വ്യത്യാസമായിട്ട് നമുക്ക് എന്തെങ്കിലും ഓഫർ ചെയ്യാനുണ്ടാവണം. അപ്പോൾ എപ്പോഴും നമ്മൾ ഡ്രസ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ബാക്കി ഉള്ളിടത്ത് കിട്ടാത്ത പോലത്തെ നമ്മൾ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാൻ നോക്കും. നോബഡി ഷുഡ് ഫീൽ ലൈക്ക് ഇത് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഡൺ ഫ്രം നാദ ബുട്ടിക് എന്ന് തോന്നരുത്. പീപ്പിൾ ഹു വോണ്ട് ദാറ്റ് ഷുഡ് കം ടു പേസ്ലി. അതാണ് എപ്പോഴും ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഈയിടെ ഡിസൈൻ ചെയ്തൊരു ഡ്രസ്സ് ഉണ്ട്, ഒരു പേസ്റ്റൽ യെല്ലോ. അതിൽ ബോക്സ് പ്ലീറ്റ്സ് സ്കേർട്ട്സ് ഇപ്പോൾ ഭയങ്കര ഇന്നാണ്. ബോക്സ് പ്ലീറ്റ് വരുന്ന സ്കേർട്ട്സ്, അതിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത് ക്രോപ്പ് ടോപ്പാണ്. യെല്ലോ, പേസ്റ്റൽ യെല്ലോ ക്രോപ്പ് ടോപ്സ് ഭയങ്കര ഇന്നാണ് ഇപ്പോൾ. അത് കാഷ്വലായിട്ട്, ഞാൻ പറഞ്ഞതുപോലെ കാഷ്വലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ യെല്ലോയിൽ ചെയ്തിരിക്കുന്നത് ബട്ടർഫ്ലൈ ഡിസൈനിൽ നല്ല തിക്കായിട്ട് ഇൻട്രിക്കേറ്റ് ഹാൻഡ് വർക്കാണ് നമ്മളതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ ഒരെണ്ണം ചെയ്തിരിക്കുന്ന ഒരു നേവി ബ്ലൂ ചെയ്തിട്ടുണ്ട്. നേവി ബ്ലൂ ടോപ്പും സ്കേർട്ടും നല്ല മിനിമലിസ്റ്റിക് ആയിട്ട് അതിലൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ദുപ്പട്ട ഹെവി വർക്കാണ്. പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ബാക്കിലെ കട്ട്, അതിൻ്റെ ഒരു ഫിറ്റിങ്ങിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ലോങ് ഗൗൺസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നല്ല ഷെയ്ഡ്സ്, ഷാംപെയിൻ കളേഴ്സിലൊക്കെ ഇവിടെ ഒരു യോക്ക് പോർഷനിലൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്ത് നല്ല ഫിറ്റിങ്ങിൽ, നമ്മൾ ഫിറ്റിങ്ങും ഒക്കെയാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. പേസ്ലി എപ്പോഴും എല്ലാവരും പറയുന്നത് നല്ല ഫിറ്റിംഗ് ആണ്, ഒത്തിരി ഓൾട്രേഷൻസ് വേണ്ടി വരാറില്ല. അതാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒറ്റയ്ക്ക് ഇത്ര വലിയൊരു സ്ഥാപനം കൊണ്ടുവരാന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആരൊക്കെയുണ്ട് എനിക്ക് സപ്പോർട്ടായിട്ട്? എനിക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് ഫ്രണ്ട്സ് പോലുള്ള സ്റ്റോർ മാനേജേഴ്സ് ഉണ്ട്. മോർ ദാൻ സ്റ്റോർ മാനേജേഴ്സ്, ദേ ആർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാനില്ലെങ്കിലും എൻ്റെ ആബ്സെൻസിലും ദേ മാനേജ് ദ ഷോപ്പ് വെരി വെൽ. അപ്പോൾ ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യാതെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ദേ വിൽ ഗെറ്റ് ടു നോ വാട്ട് ഐ എം ട്രൈങ് ടു സേ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫാമിലിയുടെ സപ്പോർട്ട്. മൈ ഹസ്ബൻഡ് ബിജോയ് ജോസ്, ഹി ഈസ് വെരി സപ്പോർട്ടീവ്. അതൊരു വലിയ ഫാക്ടറാണ്. അങ്ങനെയാണ് ഈ ഷോപ്പ് എനിക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നത്. അപ്പോൾ ഡിസൈനിങ് ആരൊക്കെയാണ് ചെയ്യുന്നത്? ഡിസൈനിങ് മോസ്റ്റ്ലി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഐ ഗെറ്റ് ദ അസിസ്റ്റൻസ്. ഇവിടുത്തെ സ്റ്റോർ മാനേജേഴ്സ് കം ഡിസൈനേഴ്സാണ് അവരുടെ അസിസ്റ്റൻസ് എനിക്ക് കിട്ടാറുണ്ട്. വളരെ ട്രെൻഡി ആയിട്ടുള്ള ഇങ്ങനെയൊരു വലിയൊരു ഉദ്യമത്തിലേക്കാണ് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പം വേറൊരു പ്രൊഫഷനിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു. അതിൽ തന്നെ ശോഭിക്കാൻ പറ്റും, ഒരു ടേസ്റ്റ് ഉള്ളവർക്ക് ശോഭിക്കാൻ പറ്റുന്ന ഉള്ളതിനൊരു മാതൃകയാണ് തെരേസ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹായ് വിവേഴ്സ്, ഈസ്റ്റർ ആണ് അടുത്ത് വരുന്നത്. 50 നോമ്പിൻ്റെ ക്ഷീണത്തിൽ നിന്നും എല്ലാവരും ഒരു ആഘോഷത്തിൻ്റെ മൂഡിലേക്ക് കടക്കുന്ന സമയം. ആ സമയത്ത് എല്ലാവരും പ്രത്യേകിച്ച് ഫുഡിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ പാചകം ചെയ്യാനായി ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഷൈനി ഷാജുവാണ്. ചേച്ചി നമുക്ക് വേണ്ടി ഈസ്റ്റർ സ്പെഷ്യൽ എന്താണ് ഉണ്ടാക്കി തരുന്നത് നോക്കാം. ഹായ് ചേച്ചി. ഹായ്. നോമ്പൊക്കെ എവിടെ വരെയായി? നടക്കുന്നു. ഈസ്റ്ററിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിടിയും കോഴിക്കറിയും. പിടിയും കോഴിക്കറി ക്രിസ്ത്യാനികൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് പിടിയും കോഴിക്കറിയും. പരമ്പരാഗതമായി എല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. ഓക്കെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്? ഇതിന് വേണ്ടത് അരിപ്പൊടി, തേങ്ങ, ഉള്ളിയും ജീരകവും കൂടെ ചതച്ചത്, ഉപ്പ്, അത്രയും വേണം ആദ്യത്തെ ഘട്ടത്തിൽ വേണ്ടത്. അപ്പം ആദ്യം പിടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം പണ്ടത്തെ ആൾക്കാർക്കൊക്കെ ഈ പിടിയും കോഴിയും ഉണ്ടാക്കാനൊക്കെ നന്നായിട്ട് അറിയായിരിക്കും. ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഭയങ്കര കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ, അവർക്കെല്ലാം ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ ഈ ഷോ. ആദ്യം നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം ഒഴിക്കാം. ഇത് 1 കപ്പ് അരിപ്പൊടിയാണ്, അതിന് 2 കപ്പ് വെള്ളം.
ഈ അരിപ്പൊടി എന്ന് പറയുമ്പം അത് ഏത് രീതിയിൽ പൊടിച്ചെടുക്കുന്ന? പുട്ടിന്, അപ്പത്തിന്, അങ്ങനെ അപ്പത്തിന്റെ പൊടി. അപ്പത്തിന്റെ പൊടി എത്ര എമൗണ്ട് നമ്മൾ 1 കപ്പ് പൊടിയാണ്, അതിന് 2 കപ്പ് വെള്ളം. പൊടി അളക്കുന്ന അതേ കപ്പ് കൊണ്ട് തന്നെ വെള്ളം അളന്നാൽ കൃത്യമായിരിക്കും. ഇത് 2 കപ്പ് വെള്ളം. അത് നന്നായിട്ട് തിളപ്പിക്കുക. തിള വരുമ്പോൾ ഉപ്പ്, ഈ ഉള്ളിയും ജീരകവും കൂടെ ചതച്ചതും തേങ്ങാക്കൊത്തും കൂടി ഇട്ട് പൊടിയും ഇട്ട് ഇളക്കി തീ ഓഫ് ചെയ്യുക. അതിനുശേഷം അത് ആറാൻ വയ്ക്കുക. വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിടാം. അതിനുശേഷം ഉള്ളി ചതച്ചതും ജീരകവും. ഈ പിടി ഉണ്ടാക്കാൻ ഭയങ്കര കഷ്ടപ്പാടാണോ? ഒരു കഷ്ടപ്പാടില്ല, കുറച്ച് സമയം വേണമെന്നേ ഉള്ളൂ. സമയം വേണം. അപ്പം നമ്മൾ പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും ഉണ്ടാക്കി രാവിലത്തെ കാപ്പിക്കൊക്കെ തീർച്ചയായിട്ടും അത്ര സമയമൊന്നും വേണ്ട. അത് ഉരുട്ടാനുള്ള കുറച്ച് സമയം വേണ്ടി വരും. പിന്നെ ഇത് വെന്ത് വരാൻ എളുപ്പം നമുക്ക് മൈക്രോവേവിൽ വെച്ചാൽ കുറച്ചുകൂടി എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ സാധാരണ ഈസ്റ്ററിനൊക്കെ പിടി തന്നെയാണോ ഉണ്ടാക്കാറ്? വേറെ എന്താ സ്പെഷ്യൽ വിഭവം? പാലപ്പവും കോഴിക്കറി, പാലപ്പം, ഡക്ക്. ചേച്ചി ഭയങ്കര കുക്കാണല്ലോ, ഒരു സ്വന്തമായിട്ട് ഒരു സംരംഭമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ എന്തായാലും വീട്ടിലുള്ളവർക്കൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഈസ്റ്ററിന് ഉണ്ടാക്കി കൊടുക്കുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്രാവശ്യം എന്താ മനസ്സിലുള്ള? ഇപ്രാവശ്യം ഇത് തന്നെ ആയിരിക്കും, പിടി. സ്പെഷ്യൽ പിടി ആൻഡ് ചിക്കൻ. അതെ. ഓക്കെ, വെള്ളം തിളച്ചു. നമുക്ക് ഇനി ഉപ്പിടാം. ഇത് ആ ഉരുളയ്ക്കും എല്ലാത്തിനും കൂടെ വേണ്ടിയുള്ള ഉപ്പാ? ഉരുള പിടിക്കാനുള്ള ഉപ്പ് മാത്രം. ഇതും കൂടി ഇടാവേ. ഇത് ചെറിയുള്ളിയും ഇഞ്ചിയും. തീ ഓഫ് ചെയ്തു. പൊടി ഇടുകയാണേ. ഇതായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഒന്ന് വാട്ടിക്കുഴയ്ക്കണമെന്നാണ്. തേങ്ങയും കൂടെ ആഡ് ചെയ്യാം. ഇതൊരു 3/4 കപ്പ് തേങ്ങ. ഇത് നല്ലതുപോലെ കുഴച്ചെടുത്ത് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ഇതിപ്പോ ഭയങ്കര ചൂടായിരിക്കും, ഉണ്ട പിടിക്കേണ്ടതുകൊണ്ട്. ഇതിപ്പോ ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് കഴിക്കാനുള്ള എമൗണ്ട് ഉണ്ടാവും? ഇതൊരു 3 പേർക്ക്. ഇപ്പൊ നമ്മൾ പിടിയുടെ മാവ് കുഴച്ച് കഴിഞ്ഞു. ഇത് ആറാൻ വേണ്ടി വെക്കാൻ പോവുകയാണ്. ഇപ്പൊ ഒരു ഒട്ടുന്ന രീതിയിലാണ് ഇതിപ്പോ ഉള്ളത്. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഉരുട്ടാൻ പാകത്തിനായി വരും. ഇപ്പൊ ജീരകത്തിന്റെ ഉള്ളിയുടെ ഒക്കെ ഒരു നല്ല മണം തന്നെ ഇപ്പൊ തന്നെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് എത്ര നേരം വെക്കണം തണുക്കാനായിട്ട്? ഇതൊരു 15 മിനിറ്റ്. 15 മിനിറ്റ് തണുക്കണം, എന്നാലേ ഉണ്ട് ഉരുട്ടാൻ പാകത്തിനാവും. നമ്മളെ കൈ പൊള്ളാതെ ഉരുട്ടുന്ന വരും. ചെറിയ ചൂടോടുകൂടി അത് ഉരുട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ചൂടാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ ഉരുളകളാക്കി മുഴുവനും എടുക്കണം. ഇതിപ്പം എല്ലാം ഒരേ സൈസ് ആയിട്ടാണോ? ഇപ്പൊ നമ്മള് ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമില്ല? വേവില് വ്യത്യാസം ചെറുതായിട്ട്, കുഴപ്പമില്ല. എന്നാലും ഭംഗിയും കഴിക്കാനും ഒരേപോലെ. ഇങ്ങനെയാണ് ഇത് ഉരുട്ടി എടുക്കുന്നത്. ഇങ്ങനെ ഇത് മുഴുവനും ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി വെക്കുക. ഞാനിത് നേരത്തെ ഉരുട്ടി വെച്ചതാണ്. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് മൈക്രോവേവിൽ ഒരു 6 മിനിറ്റ് വേവിച്ച്, ഏകദേശം ഒരു പകുതി വേവിൽ വേവിച്ചെടുത്തതാണ് ഇത്. ഇതിനി നമുക്ക് തേങ്ങാപ്പാലിലിട്ട് ബാക്കിയും കൂടെ വേവിച്ച് പിടിയാക്കാം. പാത്രം വെച്ച് തീ കത്തിക്കാം. അതിലേക്ക് തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇത് 2-ാം പാലാണ്. 2-ാം പാലിലിട്ടാണ് ഇത് വേവിക്കുന്നത്. ഏകദേശം ഒരു 3 കപ്പോളം തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇതിലേക്ക് നമ്മുടെ ഈ തേങ്ങാപ്പാൽ പിരിയാതിരിക്കാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടൊന്ന്. അരിപ്പൊടി ഇട്ടാൽ മതി, തേങ്ങാപ്പാൽ പിരിയില്ല? കുറച്ച് ഒന്ന് കുറുകാനും കൂടെയാണ്. പിടി ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്താൽ മതി. അത് നല്ലൊരു ടിപ്പ് തന്നെയാണ്. നമുക്ക് പകുതി പേർക്ക് അറിയുണ്ടാവില്ല. കുറുകാനും എളുപ്പമാണ്. ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കും. ഈ ഷൈനീസ് ഡിലൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കേക്ക്സിന്റെ സംരംഭമാണ് ചേച്ചി ആരംഭിച്ചത്. അത് തുടങ്ങാനുണ്ടായ കാരണം എന്താണ്? എൻ്റെ കുട്ടികളുടെ ഹസ്ബൻഡിന്റെ ഒക്കെ താല്പര്യം. അതെ, ചേച്ചി ഭയങ്കര കുക്ക് ആയതുകൊണ്ട് വീട്ടുകാർക്ക് അറിയാലോ നന്നായിട്ട് ഉണ്ടാക്കുന്നത്. എല്ലാവരും വളരെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഞാൻ 2 വർഷമായിട്ട് ഷൈനീസ് ഡിലൈറ്റ്സ് എന്ന കേക്ക്സ് മാത്രം ഉണ്ടാക്കാറുണ്ട്. കേക്ക്സ് മാത്രമല്ല, മറ്റുള്ള ഫ്രോസണായിട്ടൊക്കെ റോൾസ്, കട്ട്ലറ്റ്, സമൂസ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്. ഷോപ്പ് ഉണ്ടോ? ഷോപ്പില്ല, വീട്ടിൽ ഓർഡർ അനുസരിച്ച് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ 3 മിനിറ്റ് ഒന്ന് തിളയ്ക്കാതെ ഇതിട്ട് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ കുറച്ചൊന്ന് വേവിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. ഇതിനും അല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1-ാം പാല് ചേർക്കുന്നില്ല, അവസാനം
തലപ്പാൽ ചേർത്ത് നമ്മൾ വാങ്ങുക. തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞ് പിന്നെ തിളപ്പിക്കില്ല, പാടില്ല. ഇപ്പോൾ ഒരു അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിയും. നമ്മൾ പിടിയുടെ ഇതെല്ലാം അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് തിളയ്ക്കുന്ന പാലിലേക്ക്. ഇത് പിന്നെ ഉടഞ്ഞു പോവാതിരിക്കാൻ അധികം ഇളക്കണ്ട, ബാക്കിയൂടെ വെന്ത് കഴിഞ്ഞ ശേഷം വലിയ ഇളക്കിൻ്റെ ആവശ്യമില്ല, ചെറുതായിട്ട് ഇളക്കി. ഇപ്പം എത്ര നേരം നമ്മൾ വെക്കണം? ഒരു 10 മിനിറ്റ് കൂടെ, 10 മിനിറ്റ് ഇടയ്ക്ക് നമുക്ക് വേവ് നോക്കാം. നോക്കിയിട്ട് ചെറിയ തീയിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുമ്പോൾ പിടി പൊടിയാതെ വേണം ഇളക്കാനായിട്ട്. വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് സമയം. അതെ, പകുതി വേവിച്ചതുകൊണ്ടാണോ 10 മിനിറ്റ് എടുക്കുന്നത്? ഇപ്പൊ വേവിക്കാതെയാണ് ഇതിനകത്ത് ഇടുന്നതെങ്കിൽ കുറച്ചുകൂടെ സമയം, ഒരു 20 മിനിറ്റ് എങ്കിലും വേണം, വേണ്ടി വരും. ബോൾസ് ആയതുകൊണ്ട് ഉള്ളിലേക്ക് വേവണമെങ്കിൽ കുറച്ച് സമയം. ചാറിന് കട്ടി കൂടിയിരിക്കും അല്ലേ? അതെ അതെ, ഒരു കുറുക്കിൻ്റെ ഭാഗമായി. ഇത് ഏകദേശം വേവായിട്ടുണ്ട്. നമുക്കിത് തുറന്ന് ഒന്നുകൂടെ ഇളക്കി നോക്കാം. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താലേ അടി പിടിക്കാതെ കിട്ടും. അതെ, ഇനി നമുക്ക് 1 പാലൊഴിച്ച്. ഇത് എത്ര കപ്പ് ഒഴിക്കണം 1 പാല്? 1 കപ്പ് മതിയോ? കറിയും കൂടെ ഉള്ളതുകൊണ്ട് ഇത് ഒരുപാട് ലൂസാകണ്ട. ഇളക്കി കൊടുക്കാം. ഇനി ഇപ്പൊ പെട്ടെന്ന് തന്നെ ഓഫ് ആക്കണം അല്ലേ? തിളയ്ക്കുന്നതിന് മുമ്പ് ഒന്ന് ചൂടായ ഉടനെ ഇത് ഓഫ് ചെയ്ത് കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഇത് തീ ഓഫ് ചെയ്യാം. ഇത് അടച്ചു വയ്ക്കാം. അല്പം തണുത്തത് ശേഷം സെർവ് ചെയ്യാം. ഇതിപ്പോ പിടിയൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനിയിപ്പം നമുക്കിത് മാറ്റി വെച്ചിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം അല്ലേ? അതെ. നമ്മൾ പിടി തയ്യാറാക്കി കഴിഞ്ഞു. പിടിയുടെ കോമ്പിനേഷൻ ചിക്കൻ കറിയാണ്. നല്ല നാടൻ ചിക്കൻ കറിയാണ് ഈ ചേച്ചി ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ, ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, പച്ചമുളക്, സവാള, ചെറിയ ഉള്ളി, മല്ലിയില, എണ്ണ, മസാലയ്ക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കടുക് താളിക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുറച്ച് ബട്ടറും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇപ്പം നമ്മൾ എത്ര കിലോ ചിക്കൻ? ഇത് ഏകദേശം 1 കിലോ. 1 കിലോ. പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ എണ്ണ. ഇതിനകത്ത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നില്ല. ഇത് ഞാൻ സൺഫ്ലവർ, വെളിച്ചെണ്ണയിലും ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവറാണ് ചേർക്കുന്നത്. വെളുത്തുള്ളി ചതച്ചത് അതൊരു 1.5 ടേബിൾ സ്പൂൺ. വെളുത്തുള്ളി, ഇഞ്ചിയും ചതച്ചത്. അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുമ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല്. അതെ, രണ്ടും എടുത്ത് മൂപ്പിക്കണം. അതെ, ഇതിൻ്റെ പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് മൂപ്പിക്കണം. ഇതിപ്പോൾ എത്ര സമയം നമ്മൾ മൂപ്പിക്കണം? ഇതിൻ്റെ ആ ഒരു കളറ് മാറിക്കഴിയുമ്പോഴത്തേക്കും ഇനി നമുക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലിടാം. അതെ അതെ. മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി, സവാള. ആദ്യം ചെറിയ ഉള്ളി. ഇതിപ്പോൾ എത്ര ചെറിയ ഉള്ളി ഉണ്ട്? ഒരു 3/4 കപ്പ്. നമ്മൾ എത്ര കിലോ ചിക്കനാണ് ഉണ്ടാക്കുക? 1 കിലോ. 1 കിലോ. അപ്പോൾ അതിന് 3/4 കപ്പ് ചെറിയ ഉള്ളി. അല്പം കൂടുതലെടുത്താലും കുഴപ്പമൊന്നുമില്ല, രുചിയാണ്. ഇതൊന്ന് ആയിക്കഴിയുമ്പോഴത്തേക്കും സവാള ചേർക്കാം. ചെറിയതായിട്ട് നിറം മാറി തുടങ്ങി കഴിയുമ്പോഴാണോ സവാള? ഇല്ല, ഉടനെ തന്നെ ചേർക്കാം. സവാള ഒരു വലുത്. ഈ 2 ഉള്ളികളും ചേർക്കുന്നതിന് എന്താ ഉണ്ട്? ചെറിയ ഉള്ളി രുചി കൂടുതൽ തരുന്ന സാധനമാണ്. ഇപ്പം 2 വെല്ലുള്ളി. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി. അല്പം ഉപ്പിട്ട് കൊടുക്കാം. അത് എളുപ്പം ഉള്ളി എളുപ്പം വഴന്ന് കിട്ടുന്നതിന് സഹായിക്കും. ഇപ്പം ഇതിനാവശ്യമുള്ള ഉപ്പ് മാത്രമേ ഇങ്ങോട്ട് ഇടുന്നത്? ഇല്ല, കറിക്ക് അതനുസരിച്ച് കുറച്ചിട്ടാൽ മതി. പിടി ഒരു നാടൻ പലഹാരമായതുകൊണ്ട് നാടൻ ഒരു കോഴിക്കറിയാണ്. ഏകദേശം ആകാനായല്ലേ? ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇത് വലിയ ടൊമാറ്റോ ആണെങ്കിൽ ഒരു വലുത്, ഇല്ലെങ്കിൽ 2 എണ്ണം. ചില ടൊമാറ്റോ ഏറ്റവും അവസാനം ആഡ് ചെയ്യുന്നവരുണ്ട്. ആദ്യം ഇതിപ്പോൾ ഉടഞ്ഞു പോയാലും കുഴപ്പമില്ല. ഇല്ല, ഇത് നല്ലതുപോലെ വഴന്ന് കഴിയുമ്പോൾ അതിൽ കറിയിലങ്ങ് പിടിക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ സമയത്ത് ആഡ് ചെയ്യാം. അവസാനം താളിക്കുന്നുണ്ട്, കൂടാതെ അല്പം കറിവേപ്പില കൂടുതൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ടേസ്റ്റ്, രുചി നല്ല ഗുണം വളരെയധികം ഉള്ളതാണ്. കറിവേപ്പില എടുത്ത് കളയണം, കറിയിൽ നിന്ന് എടുത്ത് കളയണം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം മെഡിസിനൽ വാല്യൂ ഉള്ളത് കൊണ്ട് അത് കഴിക്കണമെന്നും പറയുന്നത്. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മുളക് പൊടി എത്രയാണ്? ഒരു 1/2 ടേബിൾ സ്പൂൺ. 1/2 ടേബിൾ സ്പൂൺ.
എരിവ് കൂടുതലനുസരിച്ച് എത്ര അതെ, ഇത് കാശ്മീരി ചില്ലിയാണ്. എരിവ് കൊടുത്താൽ തന്നെ കളറുണ്ടാവും. മല്ലിപ്പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി ചേർത്ത്, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. ഇത് ചിക്കൻ മസാലയാണ് 1 ടേബിൾ സ്പൂൺ. അല്പം ഗരം മസാല, കുറച്ച് ഇത് കഴിയുമ്പം അല്പം കൂടെ ഗരം മസാല നമുക്ക് ആഡ് ചെയ്യാം. തീ അല്പം കുറയ്ക്കാം. മസാല എണ്ണ തെളിയുന്ന പരുവത്തിൽ നമുക്ക് മസാലയുടെ പാകം വരുമ്പോൾ എണ്ണ തെളിയുന്ന വരും. അതെ, നല്ല മസാല മൂക്കുന്നൊരു മണമൊക്കെ വരുന്നില്ലേ. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കനാണ് ഇത് 1 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ വിനീഗർ, ഇത്രയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് ഈ ചിക്കൻ. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എത്ര സമയം വെക്കണം അങ്ങനെ? ഒരു 1/2 hour. കൂടുതൽ വെച്ചാലും കുഴപ്പമില്ല. ഇതിപ്പോൾ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളമാണ്. അതെ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം ഏകദേശം എല്ലാത്തിനും ഉപ്പൊക്കെ മിക്സ് ആയി കഴിഞ്ഞു. ഇത്രയും മസാല ഇതാക്കിയാൽ മതി. കറി ഇതായി വരുമ്പോഴേക്കും കളറൊക്കെ ആയി. തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത്. തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കും. അപ്പോൾ പിടിയും തേങ്ങാപ്പാലിൽ ഇതും തേങ്ങാപ്പാലിൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള. നമുക്ക് 1 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇത് ഒന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഇത് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 1 കപ്പ്. 1 കപ്പ് തേങ്ങ. രണ്ടാം പാൽ. അടച്ചു വെച്ച് എത്ര മിനിറ്റ് വേവിക്കണം? 10 മിനിറ്റ്. 10 മിനിറ്റ്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. അതെ, ഇത് ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയില കുറച്ച് ആഡ് ചെയ്യാം. ഇങ്ങനൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിത് ഒന്നുകൂടെ മൂടി വയ്ക്കാം. ഞാൻ ചേച്ചിയുടെ കുക്കിങ്ങിനൊക്കെ സപ്പോർട്ടായിട്ട് വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എൻ്റെ ഹസ്ബൻഡ്, 3 മക്കള്, മദറിൻലോ, എല്ലാവരും വളരെയധികം സപ്പോർട്ടീവാണ്. അത് അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വരാൻ തന്നെ താല്പര്യം. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് വളരെ സപ്പോർട്ടീവാണ്. ഇപ്പോൾ ചെറിയൊരു ബിസിനസ് കൊണ്ടുപോകാന്ന് പറയുന്നത് ശരിക്കും റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് സ്മൂത്തായിട്ട് പോകണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലേ. തീർച്ചയായിട്ടും നല്ല സഹകരണം. അവരുടെ അടുക്കുന്നുള്ള ഹെൽപ്പ് വളരെയധികം ഉണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മകന് ഡിഗ്രിക്ക് പഠിക്കുന്നു, ക്രൈസ്റ്റ് കോളേജ്. മറ്റേ ഇളയത് 2 പെൺകുട്ടികൾ, ഒരാൾ 12th, ഒരാൾ 10th ഗ്രിഗോറിയനിൽ പഠിക്കുന്നു. ഇത് നമുക്ക് ഇളക്കിയതിന് ശേഷം ഇനി തലപ്പാൽ അല്പം ഒഴിച്ച് ഒന്നാം പാൽ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇനി എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? ഇതൊന്ന് കടുക് വറക്കണം. കടുക് താളിക്കുന്നുണ്ട്. അതെ. പുളി ആവശ്യമെങ്കിൽ അല്പം വിനീഗർ ചേർക്കാം. അത് ടൊമാറ്റോയുടെ പുളി അനുസരിച്ച് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. കറി ഏകദേശം ആയിട്ടുണ്ട്. നമുക്ക് കടുക് താളിക്കാൻ പറ്റും. ഇത് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. കുറച്ച് ബട്ടർ ഇടാം. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ആഡ് ചെയ്യാം. കറിവേപ്പില ഇടാം. 2 ഉണക്കമുളകും കൂടെ ഇടാം. ഇത് മൂത്ത് കഴിയുമ്പോൾ കറിയുടെ മുകളിലേക്ക് താളിക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. അല്പം മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട്. തീ ഓഫ് ചെയ്യാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ കറി റെഡി. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ പിടിയും ചിക്കനും റെഡി ആയി കഴിഞ്ഞു. ഷൈനി ചേച്ചിയാണ് നമുക്ക് വേണ്ടി നല്ല ഈസ്റ്റർ സ്പെഷ്യൽ പിടിയും ചിക്കനും ഉണ്ടാക്കിയിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളം ഊറുന്ന തരത്തിലുള്ള ഒരു പ്രിപ്പറേഷനാണിത്. അപ്പോൾ ചേച്ചിക്കും കുടുംബത്തിനും ഈസ്റ്റർ മംഗളം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് പിടിയും കോഴിക്കറിയും. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ. ചന്ദ്രലേഖയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക.
പുതിയ കാഴ്ചകളുമായി വീണ്ടും കാണാം.